അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിൽ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത വരും. അതായത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിക്ക് ഏതൊക്കെ വകുപ്പുകൾ ആണ് നിലനിൽക്കുക, പരമാവധി ശിക്ഷയിലേക്ക് കോടതി പോകുമോ, പ്രത്യേകിച്ച് തൂക്കുകയർ പോലെയുള്ള വധശിക്ഷ പോലെയുള്ള ശിക്ഷ, രാജ്യം നൽകുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ എന്നത് ആണ് വധശിക്ഷ. അങ്ങനെയൊരു വധശിക്ഷ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? അതല്ല ഈ ജീവപര്യന്തം, ഇപ്പോൾ തന്നെ ഇരട്ട ജീവപര്യന്തമാണ്. ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ എന്ന് തന്നെയാണ് അതിനർത്ഥം എന്ന് സുപ്രീം കോടതിയൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ കോടതിയിൽ നിന്ന് അത്തരം വിധി വന്നതിന് ശേഷമൊക്കെ പലരും ജീവപര്യന്ത തടവുകാരൊക്കെ പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ക്രിമിനൽ സ്വഭാവമുള്ള ചെന്താമര, പ്രത്യേകിച്ച് ചെന്താമരയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആദ്യത്തെ കുറ്റം ചെയ്തതിന് ശേഷവും 2019 ആയിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത്. ആ സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷവും ഏതെങ്കിലും തരത്തിലുള്ള മാനസാന്തരം ഉണ്ടായിട്ടില്ല ചെന്താമരയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ 2019 ശേഷം 2025 വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് അടുത്ത കുറ്റകൃത്യവും നടപ്പിലാക്കിയത്. പ്രത്യേകിച്ച് സുധാകരനെയും സുധാകരൻ്റെ അമ്മയെയും കൊലപ്പെടുത്തുന്നു. അതായത് തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണം ഇവരാണ്, ഈ സജിതയുടെ കുടുംബം ആണ് എന്നുള്ളതായിരുന്നു സുധാകരൻ്റെ വിശ്വാസം. സുധാകരൻ അന്ധവിശ്വാസിയാണ് എന്നുകൂടിയായിരുന്നു പോലീസിന്റെ നിരീക്ഷണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയൽവാസിയായ സജിതയുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ചെന്താമര തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ചെന്താമര സജിതയെ 2019 കൊല ചെയ്യുന്നത്. പിന്നീട് 2025 ആണ് മറ്റ് 2 പേരെ കൂടി കൊലപ്പെടുത്തിയത്. നേരത്തെ സജിതയുടെ മക്കൾ തന്നെ പറഞ്ഞത് ഇനി ഒരു പക്ഷേ ജാമ്യത്തിലിറങ്ങിയാൽ മറ്റുള്ളവരെ കൂടി കൊല്ലാൻ ചെന്താമര തയ്യാറാകുമോ, അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട് ചെന്താമരയ്ക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു, എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ തന്നെ കണ്ടെത്തുമെന്നുള്ളത് നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു. അത്രത്തോളം തെളിവുകളുള്ള ഒരു കേസ് കൂടിയായിരുന്നു ഇത്. ശിക്ഷാവിധി എന്താണ് എന്നാണ് അറിയേണ്ടത്. പരമാവധി ശിക്ഷ വേണം എന്നുള്ള വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അല്പസമയത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ശിക്ഷാവിധി ഉണ്ടാവുക. എന്തായാലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രമാദമായ കേസുകളിലൊന്നാണ് ഈ ചെന്താമരയുടേത്. ഒരാൾ ഒരു കൊലക്കേസിൽ പെട്ട് ജയിലിൽ പോകുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ശേഷം ഏതോ മന്ത്രവാദി പറഞ്ഞു തൻ്റെ വീടിനടുത്തുള്ള ഒരു നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് വിട്ടുപോകാൻ കാരണമെന്ന് പറഞ്ഞ് ആ സ്ത്രീയെയും അവരുടെ കുടുംബത്തെയും അടക്കം ഇല്ലാതെയാക്കുന്നു. അതിനുശേഷം ചെന്താമര സമീപത്തുള്ള ഒരു കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. ആദ്യവും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്തി. ഒരു തരത്തിലുള്ള മനസാക്ഷിയുമില്ലാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ കുറ്റബോധത്തിൻ്റെ ഒരു തരിമ്പുമില്ലാത്ത തരത്തിലാണ് ഒരാൾ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് വീണ്ടും കൊലപാതകം നടത്തുന്നു. അത്തരത്തിൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് തരത്തിലായാലും സമൂഹത്തിന് തന്നെ അപകടകരമായ ഒരാൾ കൂടിയാണ്. 2025 ജനുവരി 27 അയൽവാസികളായ സുകുമാരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൃത്യത്തിന് ശേഷം വനമേഖലയിലേക്ക് കടന്ന പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് 2 ദിവസം വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. ജനുവരി 28 രാത്രി 11 മണിയോടെ പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്നാണ് ചെന്താമരയെ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിലെ കട ഇവിടെയെല്ലാം ഫെബ്രുവരിയിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. തുടർന്ന് ഫെബ്രുവരി 18 ചെന്താമരയുടെ മുൻ കൊലക്കേസിലെ ജാമ്യം കോടതി റദ്ദാക്കിയത്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം കൊലക്കേസിൽ ജയിലിലായിരുന്നു ചെന്താമര. 2019 പോത്തുണ്ടി സ്വദേശിയായ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ലഭിച്ച ജാമ്യത്തിലാണ് ഇയാൾ പുറത്തിറങ്ങിയത്. 2019 ഈ കേസ് നടക്കുന്നതെങ്കിൽ 2022 ജാമ്യത്തിലിറങ്ങിയ ശേഷം വ്യവസ്ഥകൾ ലംഘിച്ചാണ് പോത്തുണ്ടിയിൽ താമസിച്ചതെന്നും അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തിയിരുന്നു. മാർച്ച് 3 കേസിലെ പ്രധാന സാക്ഷികളുടെ രഹസ്യമൊഴി ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു. മാർച്ച് 25 പോലീസ് 480 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. 132 സാക്ഷികളെയാണ് വിചാരണ ചെയ്തത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധന ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ എല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെയായിരുന്നു വിചാരണ നടന്നത്. കേസിൽ വിസ്തരിച്ച സാക്ഷികളിൽ 4 പേർ ഇതിൽ കൂറുമാറിയിരുന്നു. ഇതിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ചെന്താമരയുടെ ബന്ധുക്കളായ ചിലരാണ് ആദ്യം ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയതിനു ശേഷം പിന്നീട് കൂറുമാറി. ഇത് കേസിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കേസിനെ ബാധിച്ചില്ല. എന്തായാലും ചെന്താമരയുടെ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ചിലപ്പോൾ ഈ കോടതിയിൽ എന്താണ് ശിക്ഷ എന്നുള്ളത് കൂടി ഇനിയിപ്പോൾ ശിക്ഷാവിധിയിൽ ഒരു പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും
പ്രതികളുടെയും വാദം കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ അതോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നൊക്കെ അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. എന്തായാലും നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലാണ് കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തുന്നത്. കൊലപാതകം തെളിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷ പ്രതിക്ക് ലഭിക്കുമോ? പ്രത്യേകിച്ച് 2019 ഇതേ കുടുംബത്തിലെ തന്നെ സജിതയെ കൊലപ്പെടുത്തിയ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവിൻ്റെ അമ്മ എന്നിവരെ കരുതിക്കൂട്ടി കൊല ചെയ്ത സാഹചര്യം ആണ് ഉള്ളത്. ഒരു കുറ്റകൃത്യം ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസാന്തരമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്ത പ്രതിയാണ്. അങ്ങനെയുള്ള ഒരു പ്രതിക്ക് തൂക്കുകയർ തന്നെ വിധിക്കുമോ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇരട്ട ജീവപര്യന്തം ശിക്ഷ നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് ലഭിച്ചിരുന്നു. കോടതിയോട് ഒന്നും പറയാനില്ല എന്നതായിരുന്നു കോടതിയിൽ ഈ വിചാരണയുടെ അന്തിമ ഘട്ടം. അതായത് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സാധാരണ നിലയിൽ കോടതി പ്രതിയോട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പലരും കുടുംബ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടോ മറ്റ് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ടോ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നോ ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. എങ്കിൽ ഒന്നും പറയാനില്ല എന്നതാണ് ഇപ്പോൾ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോടതിയിൽ അങ്ങനെയാണ് പ്രതികരണം വന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. തന്നെ തൂക്കിക്കൊല്ലൂ എന്ന് ചെന്താമര പറയുന്നു എന്നതാണ്. കോടതി അവസാനമായി ചെന്താമരയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരായുമ്പോൾ തന്നെ തൂക്കിക്കൊല്ലാൻ ആണ് ചെന്താമര ആവശ്യപ്പെടുന്നത് എന്നതാണ്. പ്രത്യേക മാനസികാവസ്ഥ ഉള്ള ആൾ കൂടിയാണ് ചെന്താമര എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. 2019 സജിത കൊലപാതകത്തിന് ശേഷം ജയിലിൽ ആയ ചെന്താമരയുടെ സ്വഭാവം അടക്കം ആരുമായും അധികം ഇടപെടാറില്ല. സഹതടവുകാരുമായി ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണത്തിന് തയ്യാറാകുന്നില്ല. അങ്ങനെ കൃത്യമായി അതായത് സജിതയുടെ കുടുംബത്തെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ചെന്താമരയുടെ ജീവിത ലക്ഷ്യം എന്ന നിലയിൽ തന്നെയാണ് ചെന്താമര പ്രവർത്തിച്ചിരുന്നത്. ഇനി ഭയപ്പെടേണ്ടത് തീർച്ചയായും ഇവർ സജിതയുടെ മക്കൾ തന്നെ പറയുന്നത് പോലെ ഒരു ദിവസം പോലും ജാമ്യം ലഭിച്ചാൽ ഏത് തരത്തിലുമുള്ള ആക്രമണം ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ളവരെ കാണുമ്പോൾ പോലും ഭയമാണ് എന്നതായിരുന്നു മകൾ അഖില ന്യൂസ് 18നോട് പറഞ്ഞത്. പല പ്രദേശവാസികളും ചെന്താമരയുടെ ശല്യത്തെ തുടർന്ന് അവിടെ നിന്ന് താമസം പോലും മാറിയിട്ടുണ്ട് എന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആരെയും കൊലപ്പെടുത്തുമെന്ന് ആർക്കു മുന്നിലും നിന്നുകൊണ്ട് വധഭീഷണി മുഴക്കുന്ന ആൾ കൂടിയാണ് ചെന്താമര എന്നതാണ്. അങ്ങനെയുള്ള ചെന്താമര കോടതിയിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ, അതായത് ശിക്ഷാവിധിക്ക് തൊട്ടു മുമ്പ് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ തൂക്കിക്കൊന്നുകൊള്ളൂ എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം. എന്താണ് ജോലി എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് ടാങ്കർ ഡ്രൈവർ എന്നതായിരുന്നു ചെന്താമരയുടെ മറുപടി എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമോ, ശിക്ഷാവിധി പിന്നീടത്തേക്ക് മാറ്റിവെക്കുമോ എന്നതിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. ഇപ്പോൾ നടക്കുന്നത് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതിന് ശേഷമുള്ള വാദം ആണ്. അതായത് ശിക്ഷ അതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ കൊലപാതക കുറ്റമടക്കം തെളിഞ്ഞ പശ്ചാത്തലം, പ്രതിയുടെ ഇതിനു മുമ്പുള്ള ക്രിമിനൽ സ്വഭാവം, പ്രതി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായും വിധി പ്രസ്താവം വരാൻ പോകുന്നത്. നിലവിൽ 2019 സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ നേരിടുന്ന അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ചെന്താമര എന്നതാണ് എടുത്തു പറയേണ്ടത്.